ഹലോ, വെൽക്കം മൈ ന്യൂ ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ പ്രഗ്നൻ്റ് ആയിന്ന് എങ്ങനെ അറിയാം, അത് എപ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കല്യാണം കഴിഞ്ഞ ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹമാണ് അമ്മയാകുക എന്നുള്ളത്. അത് പെട്ടെന്നായാൽ ഏറ്റവും ബെറ്ററാണ്. നമ്മൾ വൈകിപ്പിക്കരുത്. ചില കപ്പിൾസ് എന്ത് ചെയ്യും, നമുക്ക് ഗ്യാപ്പിടും. നമുക്ക് 2-3 കൊല്ലത്തിന് വേണ്ടാന്നൊക്കെ കരുതിയിട്ട് അവർ ഗ്യാപ്പിടും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് അത് അമ്മയാണ് നോക്കണം. അതാണ് ഏറ്റവും അതിൻ്റെ ഒരു കറക്റ്റ്. ഇന്ന് അറിയാനുള്ള ആദ്യത്തെ ലക്ഷണം എന്ന് വെച്ചാൽ നമ്മളെ മെൻസസ് ഡേറ്റ് തെറ്റുക. അത് ഈ തെറ്റിയാലും നമ്മൾ ചിലർക്ക് അത് 2-3 ദിവസത്തിന് ശേഷമൊക്കെ ചിലർക്ക് ഉണ്ടാവും. പിന്നീട് എന്ത് ചെയ്യും, അത് മെൻസസ്സാവും. എന്നാൽ ഒരു 10 ഡേയ്സിന് ശേഷവും നമുക്ക് മെൻസസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റാണ് കണക്കാക്കാം. ഒരു ലക്ഷണം എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും, പിന്നെ നമ്മൾ മാറിടത്തിൽ വേദന ഉണ്ടാകും, വയറിൻ്റെ അടിവയറ് വേദന ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആവുക എന്നുള്ളതിന് ലക്ഷണമായിരിക്കും. പിന്നെ വേറെ മൂഡ് ചേഞ്ചസ് ഉണ്ടാവും, ഹോർമോൺ ചേഞ്ച് ഉണ്ടാകും. പിന്നെ എന്താ പറയുക, നമ്മളെ വോമിറ്റിങ്, ചില ഭക്ഷണത്തിനോട് വിരക്തി ഒക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനത്തെ ഒരുമാതിരി എന്താ പറയുക, വോമിറ്റിങ്, ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒക്കെയായിരുന്നു എൻ്റെ സെക്കൻഡ് ബേബീൻ്റെ പ്രഗ്നൻ്റ് ആയപ്പോഴുള്ള ചേഞ്ചസ്. ഇത് നമുക്ക് ഈ സെക്കൻഡ് ബേബിയുടെ ബേബീൻ്റെതാണ് ഓർമ്മ ഉള്ളത്. ഫസ്റ്റ് ബേബീൻ്റെത് ഓർമ്മ ഉണ്ട്, പക്ഷേ ഇപ്പം ഞാൻ സെക്കൻഡ് ബേബീൻ്റെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 9 month വരെ എത്തി, ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടർ തന്നെ പെട്ടെന്ന് ചേഞ്ച് ആവും പിന്നെ എനിക്ക് ചില ഫുഡിനോട് എന്തോ ഇഷ്ടമായെന്ന് തോന്നും. നമ്മൾ ഹസ്ബൻഡിനോട് സ്മെല്ല് പറ്റില്ല, എടുത്ത് കയറുമ്പോൾ വിട്ട് നിൽക്കാൻ പറയാം. എനിക്ക് ചില സ്മെല്ലുകളൊന്നും പറ്റില്ല. ഇതൊക്കെ ഇതിൽ മെയിൻ കാര്യമാണ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.